രാവിലെ ചക്കി എണീറ്റ് വന്നപ്പോഴേ കണ്ടത് മുത്തശ്ശിയാണ്. മുപ്പിനും മുത്തശ്ശിയായിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിച്ചിട്ടൊക്കെയാണ് ചക്കി രാവിലത്തെ ആഹാരം കഴിച്ചത്. ചക്കിക്ക് നമ്മൾ രാവിലെ കുറുക്ക് എന്തെങ്കിലും കേട്ടോ കൊടുക്കുന്നത്. അഥവാ രാവിലെ ഇവിടെ ഇഡ്ഡലിയോ ദോശയോ അപ്പോ എങ്ങാനോ ആണെങ്കിൽ നമ്മളത് കൊടുക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നൂഡിൽസ് ആട്ടോ. അപ്പോൾ അത് നമ്മൾ മോക്ക് ഇതുവരെ കൊടുത്ത് തുടങ്ങിയിട്ടില്ല. അതൊക്കെ നല്ലതല്ലല്ലോ. എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്നേ ഒന്ന് നമ്മൾ ഇച്ചിരി പച്ചക്കറിയൊക്കെ ഇച്ചിരി തോനെയിട്ട് ശരീരത്തിന് ഇച്ചിരിയെങ്കിലും ഗുണം കിട്ടുന്ന രീതിയിൽ നമ്മൾ കഴിക്കുന്നത്. അവൾ ഇതൊന്നും കഴിക്കാറായില്ലല്ലോ, പച്ചക്കറിയൊന്നും ഇപ്പോഴേ അവൾ കഴിക്കത്തില്ലല്ലോ, പല്ല് പോലും വന്നിട്ടില്ല അവൾക്ക്. അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റും ക്യാപ്സിക്കവും ക്യാബേജും തക്കാളിയും സവാളയും ഞാൻ എല്ലാം ഓരോന്ന് വെച്ചാട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ അതെല്ലാം നല്ല നൈസായിട്ട് കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുക്കണം. അതിന് ശേഷം പച്ചമുളക് ആവശ്യമുണ്ടെങ്കിൽ 1-2 ചേർക്കാമേ. ഞാൻ ഒരു പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇച്ചിരി കറിക്കൊക്കെ ഇച്ചിരി എരി വേണം, അതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചുകൊണ്ടുണ്ടെങ്കിൽ അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ നമുക്ക് ചട്ടി ചൂടായി എണ്ണ ഒഴിച്ച് നമുക്ക് ആദ്യമേ 3 മുട്ട നമുക്കൊന്ന് ചിക്കി എടുക്കണം. നമുക്ക് 3-4 മുട്ട എടുക്കാം കേട്ടോ, നമ്മളുടെ ടേസ്റ്റിന് അനുസരിച്ച് നമുക്ക് എടുക്കാം. ഞാനിവിടെ 3 എടുത്തിട്ടുള്ളൂ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് എന്താ പറയുക ചിക്കിയതിന് ശേഷം നമുക്കതൊന്ന് കോരി മാറ്റി വെക്കാം. എന്നിട്ട് അതേ ചട്ടിയിലേക്ക് നമുക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് നമുക്കവിടെ പച്ചക്കറികളെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാമേ. ഇച്ചിരി ഒരുപാടങ്ങ് എന്താ പറയുക വഴണ്ട് പോകണ്ട, ജസ്റ്റ് ഒന്ന് വാടി വരുന്ന പരുവം മതി കേട്ടോ. ഒരുപാടങ്ങ് വഴണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊന്ന് ഒരു ക്രഞ്ചിനെസ് കിട്ടത്തില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാടി വരുമ്പം നമ്മൾ ശകലം ഉപ്പും കൂടെ ചേർക്കണേ. പിന്നെ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളിയും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സോയാ സോസും ടൊമാറ്റോ സോസും ആഡ് ചെയ്യാം. ഇഷ്ടമുള്ളവർക്ക് ചില്ലി സോസ് ആഡ് ചെയ്യാം, ഇവിടെ ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാനത് ചേർക്കാഞ്ഞത്. ചില്ലി സോസും കൂടെ ആഡ് ചെയ്താൽ നല്ലത്. പിന്നെ നമുക്ക് എരിക്ക് ആവശ്യമുള്ള ഒരു ഇച്ചിരി കുരുമുളകും മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം കസൂരി മേത്തിയും ആഡ് ചെയ്യാമേ. ഇനി ആ പൊടിയെല്ലാം നല്ലതുപോലെ ആ പച്ചക്കറിക്കകത്തൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് ആ ചിക്കി മാറ്റി വെച്ചിരുന്ന മുട്ടയും പിന്നെ നമ്മൾ വേവിച്ച് ഉപ്പും സ്വല്പം എണ്ണയും കൂടെ ഉപയോഗിച്ച് വേവിച്ച് വെച്ചേക്കുന്ന നൂഡിൽസ് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഈ മിക്സിങ്ങിലാണ് ഇതിൻ്റെ രുചി ഇരിക്കുന്നത്. അതായത് ആ നൂഡിൽസിനകത്തെല്ലാം ആ ഫ്ലേവറെല്ലാം വരണം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. ഒരു ഫോക്കും സ്പൂണും വെച്ച് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യാൻ പറ്റുമേ. ഇവിടെ രാവിലെ എല്ലാവർക്കും നൂഡിൽസാണ് കേട്ടോ. സ്വല്പം മല്ലിയിലയും കൊണ്ട് വിതറി നമുക്ക് പണി കഴിഞ്ഞു. നമുക്കിനി അമ്മുമ്മയ്ക്കാണ് നമ്മൾ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തത്. ഇഷ്ടമൊക്കെ പെട്ടെന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്, നമുക്കും കഴിക്കാം. എന്നിട്ട് ഈ അടുക്കള വെച്ചിട്ട് വേറൊരു ജോലി കൊണ്ട് നമുക്ക് കൊഞ്ച് കിട്ടിയിട്ടുണ്ട്, നമുക്ക് തീയിൽ വെക്കാം. ഞാൻ ചെന്നപ്പോഴത്തേനും വലിയ വെച്ച് തേങ്ങ തിരുമ്മി തേങ്ങ വറുക്കാനും തുടങ്ങി. നമ്മൾ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു തേങ്ങയും 5-6 കൊച്ചുള്ളിയും ഒരു 3-4 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. നമ്മൾ പിരിയമുളകാണ് എടുത്തേക്കുന്നത്. അതൊന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് കഴിയുമ്പോഴത്തേനും ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് മൂപ്പിക്കണം. ശേഷം നല്ലതുപോലൊരു ഒരുപാടല്ല ഒരു ചെറിയ ചൂടിൽ നമുക്കത് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. പിന്നെ നമുക്ക് ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് പച്ചമുളകും ഇട്ട് കറിവേപ്പില ഇടാം. എപ്പോഴും എനിക്ക് പറ്റുന്ന അബദ്ധം, ഞാൻ എണ്ണ ചൂടാവുന്നതിന് മുന്നേ ഞാൻ കടുകിടും. അവസാനം വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പം കടുക് അങ്ങ് പൊട്ടാൻ തുടങ്ങി. പിന്നെ നമുക്ക് കൊഞ്ചിട്ട് കൊടുക്കാം. നമുക്ക് കടലിലെ കൊഞ്ചാട്ടോ, ഇന്ന് കായലിലെ കൊഞ്ച് കിട്ടിയില്ല, കടൽ കൊഞ്ചാണ്. അപ്പോൾ കടൽ കൊഞ്ചായതുകൊണ്ട് നമുക്കൊന്ന് ആദ്യമേ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കി സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. കിഴങ്ങ്, ഉള്ളി, സവാള, കൊച്ചുള്ളി ആട്ടോ, കൊച്ചുള്ളി ഇച്ചിരി തോനെ എടുത്താൽ നല്ലത്. അപ്പോൾ ഇതെല്ലാം കൊണ്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. ആ ഒന്ന് വേവിച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി അതുപോലെ സെയിം പ്രോസസ്സ് 5 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ വേവിച്ച് കഴിയുമ്പോഴത്തേനും ആ തക്കാളിയും കിഴങ്ങും ഒക്കെ ഒന്ന് ഉടയുന്ന പരുവാകുമ്പോഴത്തേനും നമുക്ക് പൊടിച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ വെള്ളം തൊടാതാട്ടോ പൊടിച്ചത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതൊന്ന് കലക്കി തിളപ്പിച്ചെടുക്കണേ. ഇതിങ്ങനത്തെ എന്താ പറയുക മിക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഉണ്ണിയണ്ണം വന്ന് ചോദിക്കുന്നുണ്ട്, അതിനകത്ത് കൊഞ്ച് കാണുന്നില്ലേ, ഇത് കൊഞ്ച് കറിയാണോ അതോ ഇനി വെറും പച്ചക്കറി മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെ ഞാൻ കൊഞ്ച് അതിനകത്ത് ഞാൻ പൊക്കി കാണിക്കുക കേട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ കൊഞ്ച് കാണാനില്ല, അതിനകത്ത് കിഴങ്ങും ഉള്ളിയും മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു, തക്കാളിയും.
അങ്ങനെ ആ എണ്ണ തെളിഞ്ഞു വരുന്നതാണ് അതിൻ്റെ പരുവം. ആ സമയത്ത് നോക്കാൻ നേരത്ത് ചക്കിയും വല്യമ്മച്ചും കൂടെ ഭയങ്കരമായ കളി നടക്കുന്നു. ഞങ്ങളെ കണ്ടപ്പോഴത്തേനും ചക്കി പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇപ്പോഴത്തെ ചക്കിയുടെ പ്രധാന കളിയാണ് ഈ സ്റ്റെപ്പ് ഇറങ്ങും കയറും ഇറങ്ങും കയറും. കുറേ ആയി കഴിയുമ്പം തനിയേ അടുത്ത് അകത്ത് വന്നിരിക്കും. ഇതാണ് അവളുടെ സ്ഥിരം കളി എന്ന് പറയുന്നത്. ഒരാൾ കൂടെ ഇല്ലെങ്കിൽ എപ്പോഴാണ് തല ഇടിക്കുന്നതെന്ന് പറയത്തില്ല. എന്നിട്ട് അവൾ അവിടെ ഇവിടെയും കൊണ്ട് നമ്മൾ ഇരിക്കെ തന്നെ അവിടെ ഇവിടെയും കൊണ്ടുവന്ന് തല കൊണ്ടുവന്ന് മുട്ടിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ തീയലിനടുത്തോട്ട് പോകാം. തീയലിൽ നിന്ന് തിളച്ച് കണ്ടോ, ഈ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്നതാണ് നമ്മുടെ പരിപാടി. നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോഴത്തേനും മഴ, നല്ല അടിപൊളി മഴ. പെട്ടെന്ന് കേട്ടോ മഴ പെയ്യുന്നത്. തുണി കിടക്കാമെന്നുള്ള ഓർത്തുകൊണ്ട് ഉണ്ണിയെണ്ണ ഓടിച്ചെന്ന് തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്നെയാണ്. അപ്പോഴത്തേനും ചക്കിക്ക് മഴയത്ത് ഇറങ്ങണം, ഇറക്കാൻ പറ്റത്തില്ലല്ലോ. മഴയത്ത് കളിപ്പിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടൊന്നും കൊണ്ടല്ല കേട്ടോ. അവൾ തലയിൽ തൊപ്പി വെക്കത്തില്ല, തുണി ഇടത്തില്ല, ഒന്നും ഇടത്തില്ല. എന്തും ഇട്ട് കൊടുത്താലും അന്നേരം വലിച്ചിളക്കി കളയും. മഴ കണ്ടതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്. പിന്നെ പോകാനങ്ങ് നിർബന്ധവും കരച്ചിലൊക്കെ ആയിരുന്നു. ഭയങ്കര നിർബന്ധവും കരച്ചിലുമായിരുന്നു. ഒരു വിധത്തിൽ പിടിച്ചുകൊണ്ടുവന്ന് കസേരയെ കൊണ്ടുവന്ന് ഇരുത്തി ഉച്ചയ്ക്കത്തുള്ള ചോറ് കൊടുക്കുകയാണ്. ചോറ് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ ചോറ് ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കണം അവളുടെ പ്ലേറ്റിൽ. അതിങ്ങനെ പറക്കി തിന്നുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കൊടുക്കുന്നതും തുറക്കും. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വിശേഷം ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കേ.